യോഗമുള്ളവൾ യു പാർവതിഭായ് നിർമ്മിച്ച ചിത്രമാണ് യോഗമുള്ളവൾ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം CV ശങ്കർ. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം RK ശേഖർ. ഗായകർ ബാലമുരളീകൃഷ്ണ, S ജാനകി, SP ബാലസുബ്രഹ്മണ്യം, LR ഈശ്വരി. അഭിനയിച്ചവർ പ്രേം നവാസ്, KP ഉമ്മർ, മുതുകുളം, മീന, TS മുത്തയ്യ, ബഹദൂർ, വഞ്ചിയൂർ രാധ, GK പിള്ള, ഖദീജ, അബ്ബാസ്, CV ശങ്കർ തുടങ്ങിയവർ. ഛായാഗ്രഹണം ചന്ദ്രൻ. 1971 ഡിസംബർ 10 ഈ ചിത്രം റിലീസ് ചെയ്തു. ദാരിദ്ര്യമായിരുന്നെങ്കിലും അന്തോണിയുടെയും മത്തായിയുടെയും കുടുംബങ്ങൾ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് കഴിഞ്ഞു വന്നിരുന്നത്. ഇരുവരും സ്നേഹിതരുമാണ്. ദാരിദ്ര്യത്തിൽ നിന്നും കരകയറുവാൻ എന്താണ് വഴി? ഇരുവരും ചുഴിഞ്ഞാലോചിച്ചു. ഒടുവിൽ മത്തായി തന്നെ ഒരു മാർഗം പറഞ്ഞു. അവർ ജോലി ചെയ്യുന്നത് ഒരു മുതലാളിയുടെ കീഴിലാണ്. മുതലാളിയാണെങ്കിലോ കണ്ണിൽ ചോരയില്ലാതെ പാവങ്ങളെ പിഴിഞ്ഞ് സമ്പത്തുണ്ടാക്കുന്ന ആളുമാണ്. ആ മുതലാളിയെ കൊല്ലുക, കുറച്ച് സമ്പത്ത് കവർച്ച ചെയ്യുക, ആ സമ്പത്ത് കൊണ്ട് ദാരിദ്ര്യം മാറ്റിയെടുക്കാം. ഇതിലൊരു നീതികേടും ഇല്ല. ഇത് ശരിയല്ല എന്നാണ് അന്തോണിയുടെ പക്ഷം. എന്നാൽ മത്തായി നിർബന്ധിച്ച് അവനെ കൂടെ ചേർക്കുന്നു. അവനാണെങ്കിലോ ഭയന്ന് വിറച്ചാണ് അന്തോണിയുടെ കൂടെ ചേരുന്നതും. അവർ മുതലാളിയുടെ വീട്ടിലെത്തി. അവിടെ അവിചാരിതമായി പലതും സംഭവിച്ചു. അന്തോണി പരിഭ്രാന്തനായി നിന്നുപോയി. മത്തായി ആകട്ടെ സ്ഥലം വിട്ടു. തൻ്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും കർത്താവിങ്കൽ മാത്രം അർപ്പിക്കുന്ന അന്തോണി വിധിയുടെ ക്രൂരതയിൽപ്പെട്ടു. അന്തോണിയും 2 കുഞ്ഞുങ്ങളും അനാഥരെ പോലെ കാട്ടിലായി. കാലങ്ങൾ കടന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അന്തോണിയുടെ കുട്ടികൾ വളർന്നു. മകളായ മേരി അതിസുന്ദരിയായി. യാദൃച്ഛികമായി മത്തായിയുടെ ഒരേ ഒരു മകനായ ജോണും മേരിയും തമ്മിൽ കണ്ടുമുട്ടി. മേരി ജോണിനെ പ്രണയിക്കാൻ തുടങ്ങി. വിവരം അറിഞ്ഞ അന്തോണി ജോണിനോട് തൻ്റെ മകളെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. ഈ സമയം കേസ് അന്വേഷിക്കുന്ന ഇൻസ്പെക്ടറെ അന്തോണി കണ്ടു. അയാൾ ഭയചകിതനായി. അവിടെ നിന്നും കുട്ടികളെയും കൊണ്ട് രക്ഷപ്പെടുക എന്നതായി അന്തോണിയുടെ ആവശ്യം. എന്നാൽ തൻ്റെ മനസ്സിൽ ചേർത്ത് വച്ച ജോണിനെ ഒഴിവാക്കി പോവാൻ കഴിയാത്ത മേരി തൻ്റെ ബുദ്ധിമുട്ട് അപ്പനെ അറിയിച്ചു. അന്തോണി മകളെ കൂട്ടിക്കൊണ്ട് എങ്ങനെയെങ്കിലും ജോണിനെ കണ്ട് മകളെ ഏൽപ്പിക്കുവാൻ പുറപ്പെട്ടു. അന്തോണി ജോണിനെ കണ്ടോ? വീണ്ടും മത്തായിയെ കണ്ടുമുട്ടാൻ കഴിഞ്ഞോ? പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നതിലേക്ക് സിനിമ നീങ്ങുകയാണ്.